മാൽദീവ്സിൽ കഴിയുന്ന വീഡിയോ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ദിയയുടെയും അശ്വിൻ്റേതുമായി. ഇടയ്ക്ക് ഒരു വീഡിയോ ചെറിയ വിമർശനത്തിലേക്ക് പോയിരുന്നുവെങ്കിലും ഇപ്പോൾ പഴയതുപോലെ ആളുകളെല്ലാം ദിയയുടെ അരികിലേക്ക് തന്നെ തിരികെ എത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴിതാ അവിടെ കടൽക്കരയിൽ വെച്ച് അശ്വിൻ വ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം പറയുന്നത് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇനി ഞങ്ങൾക്കൊരു പുതിയ വിശേഷം കൂടി നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ഉടൻ നിങ്ങളതറിയും. അത് അറിയിക്കാനാണ് ഞങ്ങളും കാത്തിരിക്കുന്നത്. അത് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്കും അത് സന്തോഷമാകും. ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തന്നെയാണിത്. ആ ഒരു പ്രതീക്ഷയ്ക്ക് തന്നെയാണ് ഞങ്ങളും കൂടെ നിൽക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത തന്നെയാണിത്. ആരാധകർക്ക് വളരെയധികം സ്നേഹം തുളുമ്പുന്ന ഒരു വാർത്ത എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർക്ക് വെറുതെയല്ല, മറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ദിയ പറയുന്നു, നിങ്ങളിങ്ങനെ പറയുമ്പോൾ അവർ കരുതും ഞാൻ ഗർഭിണിയാണ് എന്നത്. എന്നാൽ അതല്ല, ഇത് ഷോപ്പിൻ്റെ കാര്യമാണ് എന്ന് തിരുത്തി പറയുന്നു. ഗർഭിണിയാണെന്ന് കരുതിക്കോട്ടെ, ഇനി അല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, ചിലപ്പോൾ ആയാലോ എന്ന് അശ്വിൻ ചോദിക്കുന്നു. ചിലപ്പോൾ അങ്ങനൊരു വിശേഷവും ആയിരിക്കാം നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നതെന്ന് പറയുന്നു. എന്നാൽ ദിയ ഞാൻ അതിന് ഇപ്പോൾ തയ്യാറല്ല എന്ന് പറയുന്നുണ്ട്. അശ്വിൻ അതൊന്നുമല്ല, നിങ്ങൾ അങ്ങനെയൊന്നും കരുതണ്ട, ഇത് ഷോപ്പിൻ്റെ കാര്യമാണ് എന്ന് തിരുത്തി പറയുന്നുണ്ട്. ആദ്യം ദിയ വളരെയധികം സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. ഒരു പുതിയ വിശേഷം കൂടി ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്, പക്ഷെ അതിപ്പോൾ പറയുന്നില്ല, കുറച്ച് കഴിഞ്ഞതിന് ശേഷം പറയാമെന്ന് പറയുമ്പോൾ എന്താണ് എന്ന് ദിയ തന്നെ ചോദിക്കുന്നു. അശ്വിൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നായിരുന്നു ആദ്യം ദിയ ചോദിച്ചു വന്നത്. പിന്നീടാണ് ദിയയ്ക്ക് കാര്യം മനസ്സിലായത്. അശ്വിൻ താൻ നേരെ പറ, ഇല്ലെങ്കിൽ അവർ കരുതും ഞാൻ ഗർഭിണിയാണ് എന്ന്. നാളെ മുതൽ അത്തരത്തിൽ വാർത്തയും വരും. എന്തിനാണ് വെറുതെ? ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. അശ്വിൻ ഈ പറഞ്ഞത് ഞങ്ങളെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്തു തന്നെയാണെങ്കിലും അശ്വിനും അശ്വിൻ്റെ ദിയയ്ക്കും പുതിയ ഷോപ്പ് ഉദ്ഘാടനമാണോ എന്തു തന്നെയാണെങ്കിലും ആശംസകൾ എന്നാണ് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞങ്ങൾ ആശംസകളോടെ അറിയിക്കുന്നതെന്നും പറയുന്നു. ഒരേ സമയം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ ഒരുപാട് കാര്യങ്ങളുള്ളവരാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശേഷങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ദിയയും അശ്വിനും ഒരുമിച്ച് നിൽക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങളുടെ എന്ത് തന്നെയാണെങ്കിലും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാകും. എന്നും ഇതുപോലെ മുന്നോട്ട് തന്നെ പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം പ്രേക്ഷകരും ഇതേ വാർത്ത പങ്കുവയ്ക്കുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ആശംസകൾ അറിയിക്കുന്നു. വേഗം തന്നെ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. എന്തായാലും അശ്വിൻ്റെ ആഗ്രഹങ്ങളും അതുപോലെ ദിയയുടെ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തായാലും ബിസിനസ്സിൻ്റെ കാര്യമാണെന്ന് മനസ്സിലായി. പുതിയ ഷോപ്പ് ഉദ്ഘാടനമാണോ? ഇനിയിപ്പോൾ കുഞ്ഞ് വേണമെന്നാണ് അശ്വിൻ്റെ ആഗ്രഹമെങ്കിൽ ദിയയോട് ചോദിക്കൂ. എന്ത് തന്നെ ആയാലും കുട്ടികളെ വളരെയധികം ഇഷ്ടമുള്ള ദിയയാണ്. ദിയ സമ്മതിക്കും. ഇങ്ങനെ തുടങ്ങുകയാണ് കമൻറ്റുകൾ. ഇവരുടെ സ്നേഹം എല്ലാവരും കാണുകയാണ്. പിറന്നാൾ ആഘോഷിച്ച് മതിയായില്ല. ഓമിക്ക് 1 വയസ്സ് ഇതുവരെ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും സമയമുണ്ട് എന്ന് പരസ്പരം കമൻറ്റ് ചെയ്ത് കളിയാക്കിക്കൊണ്ട് പ്രേക്ഷകർ എത്തുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.